നമസ്കാരം. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 1-ാം വർഷ വിദ്യാർത്ഥിയെ സീനിയേഴ്സ് അതിപൈശാചികമായി ഉപദ്രവിച്ചതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തായി. 1-ാം വർഷ വിദ്യാർത്ഥികളെ ഹോസ്റ്റൽ മുറിയിൽ മുട്ടുകുത്തിച്ച് നിർത്തുകയും കവിളത്തടിക്കുകയും ചെയ്തു. പ്രതികളെല്ലാം CPM അനുകൂല വിദ്യാർത്ഥി സംഘടനാ നേതാക്കളാണ്. പ്രതികളുടെ മുറിയിൽ നിന്ന് കത്തിയടക്കമുള്ള മാരകായുധങ്ങളും പോലീസ് കണ്ടെത്തി. കരിങ്കല്ലുകളും ഹോസ്റ്റലിലുണ്ട്. ഗുണ്ടാ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നതെന്ന് വ്യക്തം. സീനിയേഴ്സിനെ കാണുമ്പോൾ ബഹുമാനസൂചകമായി തല താഴ്ത്തി നടക്കണമെന്നും ആജ്ഞാപിച്ചിരുന്നു. പരാതിക്കാരനായ വിദ്യാർത്ഥിയെ മൃഗീയമായി പീഡിപ്പിച്ചത് പിറന്നാൾ ആഘോഷത്തിന് ചെലവ് ചെയ്യാതിരുന്നതിനാലാണെന്നും വിവരമുണ്ട്. മദ്യമടക്കം വാങ്ങാൻ പരാതിക്കാരനായ വിദ്യാർത്ഥിയോട് പ്രതികൾ പണം ആവശ്യപ്പെട്ടിരുന്നു. വിദ്യാർത്ഥിയുടെ കയ്യിൽ പണമില്ലാതിരുന്നതിനാൽ പണം കൊടുക്കാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് കട്ടിലിൽ കെട്ടിയിട്ട് കോമ്പസ് ഉപയോഗിച്ച് വയറിലും ശരീരമാസകലവും കുത്തി പരിക്കേൽപ്പിച്ച് സീനിയേഴ്സ് പൊട്ടിച്ചിരിച്ച് ആഹ്ലാദിച്ചത്. ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. കൂടുതൽ വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും മൊഴിയെടുക്കും. ഇതിനായി കോളേജിലും ഹോസ്റ്റലിലും അന്വേഷണ സംഘം വിശദമായി പരിശോധന നടത്തും. കേസിൽ 5 പ്രതികൾ മാത്രമാണെന്നാണ് പോലീസ് നിഗമനം. കൂടുതൽ പ്രതികളുണ്ടോ എന്നതിൽ വ്യക്തത വരുത്തുന്നതിന് പ്രതികളുടെ മൊബൈൽ ഫോൺ അടക്കം ശാസ്ത്രീയ പരിശോധന നടത്തും. റാഗിങ്ങിന് വിധേയരായ എല്ലാ വിദ്യാർത്ഥികളുടെയും മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1, 2, 3 പറഞ്ഞ് നഗ്നരാക്കി കൈകാലുകൾ കട്ടിലിൽ ബന്ധിച്ച ശേഷം കുട്ടികളുടെ ശരീരത്തിലുടനീളം കോമ്പസും ഡിവൈഡറും ഉപയോഗിച്ച് കുത്തിക്കീറുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. രക്തം വാർന്നൊഴുകി വേദന കൊണ്ട് വിദ്യാർത്ഥി കരയുമ്പോൾ മുറിവിലേക്ക് ലോഷൻ ഒഴിച്ച് ക്രീം തേക്കും. നിലവിളിക്കുമ്പോൾ വീണ്ടും മർദ്ദനം. ഇവയെല്ലാം വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് കണ്ടുരസിക്കുകയും മറ്റുള്ളവർക്ക് കൈമാറുകയും ചെയ്യുന്ന ക്രൂര വിനോദം. പീഡനത്തിനിരയായ വിദ്യാർത്ഥികളെ പ്രതികൾ ബലമായി മദ്യപം കുടിപ്പിച്ചെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. മൊബൈലിൽ ചിത്രീകരിച്ച മദ്യപാന രംഗങ്ങൾ അധികൃതരെ കാട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് നവംബറിൽ പണപ്പിരിവും പീഡനവും തുടങ്ങിയത്. അർദ്ധരാത്രി പ്രതികളുടെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു പീഡനം. എല്ലാ ആഴ്ചകളിലും ജൂനിയർ വിദ്യാർത്ഥികൾ സീനിയേഴ്സിന് 800 രൂപ വീതം മദ്യപാനത്തിന് നൽകണമായിരുന്നു. ഇത് നൽകാത്തവരെയാണ് രാത്രി ക്രൂരപീഡനത്തിന് ഇരയാക്കിയത്. പ്രതികൾ വിദ്യാർത്ഥികളിൽ നിന്ന് ഗൂഗിൾ പേ വഴി പതിവായി പണം വാങ്ങിയതിന്റെ തെളിവുകൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചു. പ്രതികൾ ആവശ്യപ്പെട്ട തുക നൽകാതെ നടത്തിയ ക്രൂരമർദ്ദനം ഒരു വിദ്യാർത്ഥി വീട്ടിൽ അറിയിച്ചു. ഇതോടെയാണ് വിഷയം പോലീസിന് മുന്നിലെത്തിയത്. സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ച ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് പീഡനത്തിനിരയായ വിദ്യാർത്ഥികളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ്. ഇരയാക്കപ്പെട്ട കുട്ടികളുടെ അധ്യയന വർഷം ആരംഭിച്ച നവംബറിൽ തന്നെ പ്രതികൾ റാഗിംഗ് ആരംഭിച്ചു. ഏവരെയും ഞെട്ടിച്ച ക്രൂരത അരങ്ങേറിയത് ഡിസംബർ 13-നാണ്. ഇരകളിൽ ഒരാളുടെ പിറന്നാൾ ആഘോഷത്തിന് പണം കിട്ടാത്തതോടെയായിരുന്നു പീഡനം. ഫെബ്രുവരി 9-നും ആവർത്തിച്ചു. 11-ന് പോലീസിന് പരാതി ലഭിച്ച ഉടൻ പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. അതിനിടെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിൽ ആന്റി റാഗിംഗ് സ്ക്വാഡ് സുതാര്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നത് സർക്കാർ പരിശോധിക്കണമെന്ന് സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റവാളികൾക്ക് കർശനമായ ശിക്ഷ നൽകണം. കോളേജ് ഹോസ്റ്റലുകളിൽ 24 മണിക്കൂർ സെക്യൂരിറ്റി, ഹൗസ് കീപ്പർ സേവനം ഉറപ്പാക്കണമെന്നതാണ് ആവശ്യം. കോട്ടയത്തെ കോളേജിൽ കൃത്യമായ ഹൗസ് കീപ്പർ, സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഇല്ലായിരുന്നു. ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിൽ നഴ്സിംഗ് കൗൺസിൽ, ആരോഗ്യ സർവകലാശാല എന്നിവയുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്തത് ഖേദകരമാണ്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ റാഗിങ്ങിനിരയായ വിദ്യാർത്ഥികൾക്ക് അസോസിയേഷൻ പൂർണ്ണ പിന്തുണ നൽകും. കേരളത്തിലെ ഏതെങ്കിലും നഴ്സിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റാഗിങ്ങോ മറ്റ് ബുദ്ധിമുട്ടുകളോ വിദ്യാർത്ഥികൾ നേരിടുന്നുണ്ടെങ്കിൽ അസോസിയേഷൻ ഇടപെടുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അതിനിടെ ഹോസ്റ്റൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്തുന്നത് പോലീസ് തുടരുകയാണ്. കോളേജിലും ഹോസ്റ്റലിലും പോലീസ് പരിശോധന നടത്തി. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നതാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യം. കോളേജിന്റെ വീഴ്ച ആരോപിച്ച് വിവിധ സംഘടനകൾ നടത്തുന്ന പ്രതിഷേധം തുടരുകയാണ്. ഇന്ന് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തും. കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയനും കോളേജിന് മുന്നിൽ പ്രതിഷേധിക്കും. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്റ്റൽ വാർഡനായ പ്രിൻസിപ്പാൾ MD സുലേഖയും അസിസ്റ്റന്റ് വാർഡൻ അജീഷ് P മാണിയും സസ്പെൻഡ് ചെയ്തു. കോളേജ് ഹോസ്റ്റലിലെ റാഗിംഗ് തടയുന്നതിലും ഇടപെടുന്നതിലും വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഹോസ്റ്റലിലെ ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റിയെ അടിയന്തരമായി നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകി ഉത്തരവായി. ആരോഗ്യ മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി.